ഈ പഴയ ആൾക്കാർക്ക് ഈ അവസ്ഥകൾ വരണത് എന്താണെന്നറിയാവോ? പാപത്തിലേക്ക് പോകാനുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ജീവിത ചൈതന്യം നഷ്ടപ്പെടുത്താനുള്ള അവസ്ഥകൾ ആർക്കാണ് വരുന്നത്? ആ നഷ്ടപ്പെടുത്തിയിട്ടും ആ ചൈതന്യം ഉണ്ടായിട്ടും വലിയ കഥയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ്, അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണ് അതുപോലെ നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ട എൻ്റെ ദൈവികമായ ചൈതന്യം നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവൻ പോകണ പോലെയാണ് തോന്നുന്ന ആൾക്കാരില്ലേ, അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് പ്രൊട്ടക്ഷനുണ്ട്, ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പാപവും പാപകരമായ ജീവിതവും അതെല്ലാം എന്താ പറയുന്നത്, നമ്മുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ വീഴണത് അതിൻ്റെ അകത്ത്. അപ്പം അതിനാണ് നമ്മളൊരു ബലം പ്രയോഗം എന്ന് പറയണത്. ബലപ്രയോഗം എപ്പോഴും നടത്തേണ്ടി വരും. അല്ല ഈസി എന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ടാണ് പറഞ്ഞെങ്കിലും ഈ ബലപ്രയോഗം ഉണ്ടാകും. അതുകൊണ്ട് ഈശോ പറഞ്ഞു സ്ഥാപിതവനെ